ഹലോ നമസ്കാരം, സോജയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരം കേട്ടോ. അവൽ നനച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ റെഡ് റൈസ് മട്ട അരിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിന്നായിട്ടുള്ള അവലാണ് കേട്ടോ. ഞാൻ അതൊരു 3 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഒരു 3 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് വെള്ളം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കരേനെ ഒന്ന് ചീവിയെടുക്കാം. ചതച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊന്ന് പൗഡറാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചീവി റെഡിയാക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള ശർക്കര ഞാൻ ഇപ്പോൾ ഒരു 3 അച്ചോളമാണ് കണക്ക് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശർക്കര എടുക്കാം കേട്ടോ. അപ്പം നമ്മളിനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചാണ് തേങ്ങ. അപ്പോൾ തേങ്ങ നമ്മളിപ്പോൾ അവൽ എത്രയാണോ എടുക്കണം അപ്പോൾ അതിൻ്റെ ഏതാണ്ട് പകുതിയോളം നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ഇപ്പോൾ കപ്പളവിൽ പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളം നമുക്ക് തേങ്ങ വേണം. പിന്നെ ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കയും കൂടി ചേർക്കാം. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇത് തേങ്ങ ഈ അവലിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെ ചെയ്യാനാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൂണിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ അവലൊന്ന് നനയും. ഇപ്പോൾ തേങ്ങ ചേർത്ത് നമ്മളൊന്ന് നനയ്ക്കുമ്പോൾ അതൊന്ന് നനയുകയും ചെയ്യും. ആ തേങ്ങയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറും എന്താ പറയുക ഒരു ടേസ്റ്റും ഒക്കെ അതിലേക്ക് നല്ലപോലെ കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള മധുരം കൂടി നമ്മൾ ചീവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ശർക്കര, അതും കൂടി ചേർത്തൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഞാൻ പറഞ്ഞല്ലോ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. പക്ഷേ ഈ അവലൊക്കെ നനയ്ക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം ഉള്ളതാണ് നമുക്ക് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മധുരത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് മധുരം അത്ര അധികം താല്പര്യമില്ലെങ്കിൽ അളവ് വേണമെങ്കിൽ കുറയ്ക്കില്ലെങ്കിൽ ഏകദേശം ഈ അളവ് തന്നെ ചേർക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ നമ്മൾ തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത പോലെ തന്നെ നമ്മൾ ശർക്കരയും ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മുഴുവൻ ശർക്കരയും നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ അവലൊന്ന് നനഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ നമുക്കൊരു നനവ് കുറവ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇതിൻ്റെ ആ നനവ് ഒന്ന് നമുക്ക് കറക്റ്റാക്കാം. ഒരുപാട് വെള്ളം നിങ്ങൾ ചേർക്കരുത്. അപ്പം നിങ്ങൾക്ക് നനയ്യേ വേണ്ടൂ നമുക്ക് ഈ സാധനം ഒന്ന് അതായത് അവലൊന്ന് കുതിരണം. അപ്പോൾ ഈ തേങ്ങയും ശർക്കരയും ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു നനവ് കുതിർന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതൊന്ന് ഇരിക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്ക് ഇത് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. എന്നാലാണ് അതിനൊരു നല്ലൊരു കുതിർന്ന് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് അപ്പം തന്നെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് നേരത്തെ തന്നെ നനച്ച് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുതിർന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചായ റെഡിയാക്കുന്നതിന് മുമ്പ് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ചായ റെഡി ആവുന്നതോടുകൂടി അത് നനഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ ചായ റെഡിയായി, ഒപ്പം അവലും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ പഴം ചേർത്തിട്ടാണ് സാധാരണ ഞാൻ അവൽ കഴിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ, ഇപ്പോൾ പഴമൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്കൊരിഷ്ടം അതിൽ പഴം ചേർത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഴം ചേർത്താണ് കഴിക്കാറ്. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെയും ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കോൺടാക്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടായിരുന്ന ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ്, അത് അധികം കണ്ടിട്ടില്ല. അപ്പോൾ ചാനൽ വാച്ച് ചെയ്യാത്തവർ നമ്മുടെ റെസിപ്പീസൊക്കെ നോക്കണേ. താങ്ക് യു.